നെക്സ്റ്റ് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു കാർബോഹൈഡ്രേറ്റ്സ് പല തരത്തിലുള്ള ഇത് നമ്മൾ പറഞ്ഞു. ഗ്ലൂക്കോസ്, മോണോസാക്കറൈഡ്സിൽ നമ്മൾ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് പോലുള്ളത് പറഞ്ഞു. പിന്നെ അതുപോലെ പോളിസാക്കറൈഡ്സിൽ നമ്മൾ സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ പോലെയുള്ള പോളിസാക്കറൈഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ സെല്ലുലോസ് ആണെങ്കിൽ പ്ലാന്റ്സിൽ കാർബോഹൈഡ്രേറ്റ് സെല്ലുലോസിൻ്റെ ഫോമിലാണ് സ്റ്റോർ ചെയ്യണത്. അതുപോലെ തന്നെ ആനിമൽസിലാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ് സ്റ്റോർ ചെയ്യണത് എന്തിൻ്റെ ഫോമിലാണ്? ഗ്ലൈക്കോജൻ ഫോമിലാണ് കാർബോഹൈഡ്രേറ്റ് സ്റ്റോർ ചെയ്യണത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് സ്റ്റോറേജ് മെറ്റീരിയൽസ് ആയിട്ട് ആക്ട് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡിൻ്റെ മേജർ കമ്പോണൻറ്റ്, മേജർ പോർഷൻ കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അതുപോലെ തന്നെ ഈ കാർബോഹൈഡ്രേറ്റ്സ് കുറേ ഇൻഡസ്ട്രീസിന് റോ മെറ്റീരിയലാണ്. പേപ്പർ ഇൻഡസ്ട്രി, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി പോലെയുള്ള പല ഇൻഡസ്ട്രീസിനും റോ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യണത് കാർബോഹൈഡ്രേറ്റ് ആണ് റോ മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യണത്. പിന്നെ അതുപോലെ തന്നെ ഇത് ബയോ ഫ്യൂവലായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കുന്നത് കൊണ്ടാണ് നമുക്ക് എനർജി കിട്ടുന്നത്. അതുപോലെ തന്നെ പ്ലാന്റ്സിനും അതെ എന്താണ് ഡേ ടു ഡേ അല്ലെങ്കിൽ ലൈഫ്ലി ആക്ടിവിറ്റീസ് നടക്കാൻ വേണ്ടിയിട്ട് എനർജി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കാർബോഹൈഡ്രേറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിനെ ബയോ ഫ്യൂവൽ എന്ന് പറയാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്വൻറ്റ് ഓഫ് സെൽ മെംബ്രെയിൻസ്. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് സെൽ മെംബ്രെയിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്വൻ്റ് ആണ്. പ്ലാന്റ്സിൻ്റെയും ബാക്ടീരിയാസിൻ്റെയും ഒക്കെ സെൽ മെംബ്രെയിനിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്വൻ്റ് ആണ്. ഓൾസോ പ്ലാന്റ് സെൽ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ പറഞ്ഞു സെല്ലുലോസ് കൊണ്ടാണ്. അതൊരു കാർബോഹൈഡ്രേറ്റ് ആണ്. ഇനി അതുപോലെ തന്നെ ലിവിങ് സിസ്റ്റത്തിൽ ഈ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീനും ലിപ്പിഡും ഒക്കെ ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് കാണലുണ്ട്. കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീനുമായിട്ട് കമ്പൈൻ ചെയ്തതാണെങ്കിൽ നമ്മൾ ഗ്ലൈക്കോ പ്രോട്ടീൻസ് എന്ന് പറയും. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് ലിപ്പിഡുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടുള്ളതിനെ നമ്മൾ ഗ്ലൈക്കോ ലിപ്പിഡ്സ് എന്ന് പറയും. അതുപോലെ തന്നെ ഈ സെല്ലുലോസ് വുഡിൽ നിന്നാണെങ്കിൽ അത് നമ്മൾ ഫേർണിച്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. സെൽ വാളിൻ്റെ മേജറായിട്ടുള്ള കമ്പോണൻ്റ് ആണല്ലോ സെല്ലുലോസ്. അപ്പോൾ വുഡിൻ്റെ ഫോമിലുള്ള സെല്ലുലോസ് നമ്മൾ ഫർണിച്ചേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. അതുപോലെ തന്നെ കോട്ടൻ്റെ ഫോമിലാണെങ്കിൽ നമ്മളതിനെ ഫാബ്രിക്സ്, കോട്ടൺ ഫാബ്രിക്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഇത്രയുമാണ് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസ്.